Hi friends, this is Ajayaghosh and welcome back to BTech. Learn at your place, learn at your pace. Anyway, we will talk fluid mechanics in the topic. Flow through pipes is the topic. So if you have channel, subscribe to the bell icon, click here. And friends share fluid mechanics. For BE BTech students, mechanical civil engineers subject on fluid mechanics. Flow through pipes and look into GATE and PSU exams fluid mechanics, flow through pipes and questions. One important topic on flow through pipes. So let's look into it. LetzPadikka. Okay, pipe. Pipe എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്തൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കോൺഡ്യൂക്റ്റ് ആണ്. ഫിഗറിൽ കാണുന്ന പോലെ എന്തൊരു ജനറലി സർക്കുലർ ആണ്, അതല്ലാണ്ട് പല ഷേപ്സ് ഉണ്ട്. എന്നാലും പൈപ്പ് എന്ന് പറയുമ്പോൾ ജനറലി എന്താ സർക്കുലർ ആയിട്ടുള്ള ഒരു ക്ലോസ്ഡ് കോൺഡ്യൂക്റ്റ് ആണ്. സോ ഇറ്റ് ഈസ് യൂസ് ഫോർ ക്യാരിയിങ് ഫ്ലൂയിഡ്സിനെ ക്യാരി ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പൈപ്പ്സ് യൂസ് ചെയ്യുന്നത്. സോ ഒരു പൈപ്പ് ഫ്ലൂയിഡ് ഒരു പൈപ്പ് ഫ്ലോയാന്ന് പറയുന്നെങ്കിൽ ഫ്ലൂയിഡ് ആ പൈപ്പിന് ഫുള്ളായിട്ട് ഫില്ലായിട്ടുണ്ടാവണം. അല്ലാണ്ട് ഒരു പാർഷ്യലി അൺഫിൽഡ് സെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഒരു ഓപ്പൺ ചാനലായിട്ട് പറയണം. സോ ഒരു പൈപ്പ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് വിൽ ബി എ പൈപ്പ് ഫ്ലോ only if the fluid completely fill the cross section and there is no free surface of fluid. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ എന്താ ഒരു പൈപ്പ് ഫ്ലോ എന്ന് പറയുന്നത്. സോ ഒരു ഫ്ലൂയിഡ് പൈപ്പിൽ കൂടെ ഫ്ലോ ചെയ്യാൻ നേരത്ത് അവിടെ എന്താ ലോസസ് ഉണ്ടാവും. കാരണം ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യാൻ നേരത്ത് അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവാം, അതിൻ്റെ പല ഫാക്ടേഴ്സ് ഉണ്ടാവാം. അത് കാരണം എന്താ ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ കുറയാം. സോ അത് കാരണം എന്താ ഹെഡിന് എന്താ ലോസ് ഉണ്ടാവും. സോ ലോസ് ഓഫ് എനർജി ഒക്വേഴ്സ് ഇൻ ദി പൈപ്പ് വെൻ ഫ്ലൂയിഡ് ഈസ് ഫ്ലോയിങ്. അതിന് പല കാരണങ്ങളുണ്ടാവാം. ലോസസ് നമ്മൾ മെയിൻലി രണ്ടായിട്ടാണ് പറയുന്നത്, മേജർ ലോസ് ഉണ്ട്, മൈനർ ലോസ് ഉണ്ട്. സോ ഇതിൽ ഫസ്റ്റ് നമുക്ക് എന്താ മേജർ ലോസ്, വി ക്യാൻ ലുക്ക് ഇൻ ടു മേജർ ലോസ്. Major loss means that loss which occurs due to friction. Friction കാരണമുള്ള ലോസിനെയാണ് നമ്മൾ എന്ത് മേജർ ലോസ് എന്ന് പറയുന്നത്. ലോസ് കണ്ടുപിടിക്കാനായിട്ട് രണ്ട് റിലേഷൻസ് ആണ് കോമൺലി യൂസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് എന്ത് ഡാർസീസ് വെയ്സ്ബാക്ക് ഇക്വേഷൻ. ലോസ് ഉണ്ടാകാൻ കാരണം ഫ്രിക്ഷൻ ആണ്. സോ ഫ്രിക്ഷണൽ ഹെഡ് ലോസ് കണ്ടുപിടിക്കാനുള്ള ഫസ്റ്റ് റിലേഷൻ ആണ് എന്ത് ഡാർസീസ് വെയ്സ്ബാക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ അതിൽ നമ്മൾ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഫോർമുല HF = 4FL_V²/2GD ആണ്. റിലേഷൻ HF = 4FL_V²/2GD ആണ്. അതിൽ D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈപ്പിന്റെ ഡയമീറ്റർ ആണ്, G എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റി ആണ്, V എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഇൻ പൈപ്പ് ആണ്, L എന്ന് പറഞ്ഞാൽ എന്താ പൈപ്പിൻ്റെ ലെങ്ത് ആണ്. ഇനി അതിലെ 4F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിക്ഷണൽ ഫാക്ടർ ആണ്. ലാംഡയായിട്ട് ഡിനോട്ട് ചെയ്യാറുണ്ട്. 4F എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷണൽ ഫാക്ടർ ആണ്. F മാത്രമായിട്ടാണെങ്കിൽ എന്താ ഫ്രിക്ഷണൽ കോഎഫിഷ്യൻ്റ് എന്നാണ് പറഞ്ഞത്. സോ ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ് ഇൻ എ ക്വസ്റ്റ്യൻ. If in a question it is given as frictional factor, the value is 4F. ഫ്രിക്ഷൻ കോഎഫിഷ്യൻ്റ് മാത്രമാണ് പറഞ്ഞെങ്കിൽ എന്താ എഫിൻ്റെ വാല്യൂ ആണ്. നമ്മളത് തെറ്റിക്കാറുണ്ട് പലപ്പോഴും, അപ്പോൾ ശ്രദ്ധിച്ചെടുക്കുക. ആൻഡ് ടു ഫൈൻഡ് ദി ഫ്രിക്ഷണൽ ഫാക്ടർ വി നീഡ് ടു നോ ദി ടൈപ്പ് ഓഫ് ഫ്ലോ, വെദർ ദി ഫ്ലോ ഇസ് ലാമിനാർ ഓർ ടർബുലൻറ്റ്. ലാമിനാർ ഫ്ലോ ആണോ ടർബുലൻറ്റ് ഫ്ലോ ആണോ എന്ന് നോക്കിയിട്ടാണ് എന്ത് നമ്മൾ ടൈപ്പ് ഓഫ് ദി ഫ്ലോ ഇല്ലേ ഫ്രിക്ഷണൽ ഫാക്ടർ കണ്ടുപിടിക്കുന്നത്. ചില ടെസ്റ്റ് നോക്കി കഴിഞ്ഞാൽ 4Fൻ്റെ റിലേഷൻ ആണ്, ചിലയിൽ Fൻ്റെ റിലേഷൻ ആണ്. സോ നിങ്ങൾ ഒരെണ്ണം പഠിച്ചു വെച്ചാൽ മതി. ഫ്രിക്ഷൻ കോഎഫിഷ്യൻ്റ് F കണ്ടുപിടിക്കാനുള്ള റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16/RE ആണ് ഇഫ് ദി ഫ്ലോ ഇസ് ലാമിനാർ. ലാമിനാർ ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പഠിപ്പിച്ചാണ് ഫ്ലൂയിഡ് കൈനമാറ്റിക്സിൽ. റെനോൾഡ്സ് നമ്പർ ലെസ് ദാൻ 2000 ആണെങ്കിലാണ് എന്ത് ലാമിനാർ, ഗ്രേറ്റർ ദാൻ 4000 ആണെങ്കിൽ എന്താ ഇറ്റ് ഇസ് ടർബുലന്റ് ഫ്ലോ. ഇഫ് ദി റെനോൾഡ്സ് നമ്പർ ഇസ് ലെസ് ദാൻ 2000 ഇറ്റ് ഇസ് ലാമിനാർ ഫ്ലോ. To find the frictional coefficient, the relation which is used is F = 16/RE. Clear ആണല്ലോ. And for a turbulent flow above 4000 ആണെങ്കിൽ എന്താ ഇറ്റ് ഇസ് എ turbulent flow. Then friction coefficient കണ്ടുപിടിക്കാൻ relation F = 0.0791/RE⁴ ആണ്. ഇനി ഫ്രിക്ഷൻ ഫാക്ടർ ആണ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ഇൻറ്റു 4 ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ലാമിനാർ ആണെങ്കിൽ എന്താ 64/RE വരും. 4F = 64/RE ഇൻറ്റു 4 ചെയ്യുക. ക്ലിയർ ആണല്ലോ. സോ ഒരെണ്ണം പഠിച്ചു വെച്ചാൽ മതി, രണ്ടും കൂടി കൺഫ്യൂസ് ആക്കേണ്ട കാര്യമില്ല. ഫ്രിക്ഷൻ ഫാക്ടർ ഇല്ല ഫ്രിക്ഷൻ കോഎഫിഷ്യൻ്റ്. ഫ്രിക്ഷണൽ കോഎഫിഷ്യൻ്റ് ഓർത്തിരിക്കുക. F = 16/RE ലാമിനാർ ആണെങ്കിൽ. ആൻഡ് ഇഫ് ദി ഫ്ലോ ഇസ് ടർബുലന്റ് then use F = 0.0791/RE⁴. ഫ്രിക്ഷണൽ ഹെഡ് ലോസ് കണ്ടുപിടിക്കാനുള്ള സെക്കൻഡ് റിലേഷൻ ആണെന്ത് ചെസ്സീസ് ഫോർമുല. ചെസ്സീസ് ഇക്വേഷൻ യൂസ് ചെയ്താണ് നമ്മളെന്ത് ഫ്രിക്ഷണൽ ഹെഡ് ലോസ് കണ്ടുപിടിക്കാനുള്ള സെക്കൻഡ് റിലേഷൻ. സോ ചെസ്സീസ് ഫോർമുല എന്ന് പറഞ്ഞാൽ V = C × Y ആണ് യൂസ് ചെയ്യുന്ന റിലേഷൻ. അതിൽ V എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഇൻ പൈപ്പ് ആണ്, C എന്ന് പറഞ്ഞാൽ ചെസ്സീസ് കോൺസ്റ്റന്റ് ആണ്, Y_M എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ആണ് എന്ന് പറഞ്ഞാൽ Y_M = ഏരിയ ബൈ പെരിമീറ്റർ ആണ് എന്ത് യൂസ് ചെയ്യുന്ന റിലേഷൻ. ആൻഡ് I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോസ് ഓഫ് ഹെഡ് ആണ്, HF/L ആണ് യൂസ് ചെയ്യുന്ന റിലേഷൻ. സോ മെയിൻ ഫോർമുല ചെസ്സീസ് ഇക്വേഷൻ എന്ന് പറയുന്നത് V = C × Y_M × ആണ്, വേർ Y_M = ഏരിയ ബൈ P ആൻഡ് I = HF/L ആണ് യൂസ് ചെയ്യുന്ന റിലേഷൻ. അവിടെ നമ്മൾ എന്ത് ചെയ്യും ഹെഡ് ലോസ് HF എന്താ കണ്ടുപിടിക്കുക. സോ ഈ ചെസ്സീസും ഡാർസീസും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് മേജർ ലോസ് ഫ്രിക്ഷൻ കാരണമുള്ള ഹെഡ് ലോസ് നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്. ഇനി സെക്കൻഡ് വൺ ആണ് എന്ത് മൈനർ ലോസ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞായിരുന്നു ലോസ് രണ്ടെണ്ണം, മേജർ ലോസ് ഉണ്ട്, മൈനർ ലോസ് ഉണ്ട്. സെക്കൻഡ് വൺ ആണ് എന്ത് മൈനർ ലോസ് എന്ന് പറയുന്നത്. മൈനർ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പയർഡ് ടു മേജർ ലോസ് ചെറിയ ഹെഡ് ലോസുകളാണ് എന്ത് മൈനർ ലോസ് എന്ന് പറയുന്നത്. അത് പല കാരണങ്ങളാൽ ഉണ്ടാവാം. പെട്ടെന്ന് പൈപ്പ് എൻലാർജ് ആവുക, പെട്ടെന്ന് കോൺട്രാക്റ്റ് ആവുക പൈപ്പ്, ഇല്ല പൈപ്പിന് ബെൻഡ്, ഇല്ല പൈപ്പ് ഹാസ് സം ഒബ്സ്ട്രക്ഷൻ ഇൻ പൈപ്പ്.
or some of the pipe fittings are used. All these lead to minor loss. So anyway, there are different types of minor loss. First one is sudden enlargement. As you can see in figure, pipe in the sudden item, it is being enlarged. So at that time the loss can occur. Head loss due to sudden enlargement is found using the formula H suffix E equal to V1 minus V2 the whole square by 2G. This is a relation to find head loss due to sudden enlargement. So in sudden enlargement, V1 is the inlet velocity, V2 is the exit velocity, G is the gravity. Second one is sudden contraction. The pipe can get suddenly contracted and then also the loss can occur. Head loss due to sudden contraction is found using the formula H equal to K into V2 square by 2G, where K is the contraction coefficient, V2 is the exit velocity, G is the gravity. Now the third minor loss is obstruction in pipe. Sometimes some stones or something can be obstructed in pipe, and this also can lead to a minor loss. And the head loss due to obstruction in pipe can be found using the formula A into V by A minus A into C suffix C minus B whole square by 2G, where capital A is the area of the pipe, small letter a is the area of the contraction, V is the velocity of fluid in pipe, C suffix C is the coefficient of contraction. And by using this formula we can find the obstruction in pipe, head loss due to obstruction in pipe. Now the fourth minor loss is loss of head at entrance of the pipe. When the fluid get entered into the pipe, there can be a head loss. So this loss is found using the formula H equal to V1 square by 4G. V1 is the inlet velocity. Now the fifth head loss is loss of head at exit of the pipe. Similarly, while the fluid leaves the pipe also a loss can occur, and it is found using the formula V2 square by 2G. H equal to V2 square by 2G is the relation used, where V2 is the exit velocity. Next one is loss of head due to bend in pipe, because a pipe bend can be there, and this bend in pipe also can lead to loss of head, and this head loss is found using the formula H equal to K into V2 square by 2G, where K is the bend coefficient. And the last minor loss is loss of head due to pipe fittings. Maybe some of the pipe fittings may be used in pipe as shown in figure. Couplings or connectors may be used, and this can also lead to head loss. And this loss of head is found using the formula H equal to K into V square by 2G, where V is the velocity of fluid in pipe, K is the pipe fitting coefficient. So these are the various relations for minor loss, and commonly a general relation is used for minor loss. K into V square by 2G is the general relation which is used for minor loss commonly in GATE questions, because sometimes all those velocities may not be given. So K into V square by 2G is the general relation which is being used. Hope it's clear. Major loss, minor loss, and relations for major loss and minor loss. Now let's look into some important questions which has been asked from this section. Okay, first question. Oil flows through a 200 mm diameter horizontal cast iron pipe. Friction factor is given as 0.0225, of length 500 meter and discharge 0.2 meter cube per second. Find the head loss due to friction. So directly the head loss are namukku. So we know the relation HF equal to 4FL V square by 2GD, and friction factor, it has been said in question friction factor. So the 4F value is being given, and length is being given, diameter is given, gravity G equal to 9.81 is taken. So only unknown value is velocity, and for finding velocity, discharge is being given. We know that discharge Q equal to area into velocity. Area diameter is given, so pi by 4 d square. From that we can find velocity. Velocity is 6.36 will be obtained, and we can put that value of velocity for finding head loss. HF equal to 4FL V square by 2GD. So directly the value put here, we get HF equal to 116.29 meters of oil. Clear on low direct question on simpler. So now let's look into second question. Water at 25 degrees Celsius is flowing through a 1 kilometer long cast iron of 200 millimeter diameter at a rate of 0.07 meter cube per second. If value of Darcy's friction factor equal to 0.02 and density of water is 1000 kilogram per meter cube, the pumping power in kilowatt required to maintain the flow. The pumping power is being asked. So power ആണ് കണ്ടുപിടിക്കാൻ relation നമ്മൾ ഈ ടോപ്പിക്കിൽ നോക്കിയില്ല, പക്ഷെ പവർ നമുക്ക് ജനറൽ റിലേഷൻ അറിയാം. ഫ്ലൂയിഡ് ഫ്ലോ ആണെങ്കിൽ വാട്ടർ പവർ കണ്ടുപിടിക്കാനായിട്ട് P equal to rho GQH. We know the relation pumping power P equal to rho GQH. So അതിൽ റോ ഡെൻസിറ്റി നമുക്ക് അറിയാം 1000, G 9.81 ആണ്, Qയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എന്താ H, we only need head loss HF. So HF കണ്ടുപിടിക്കാനുള്ള റിലേഷൻ 4FL V square by 2GD ആണ്. അതിൽ we don't know velocity. So നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയതാണ് വെലോസിറ്റി നമുക്ക് എന്താ ഡിസ്ചാർജ് തന്നിട്ടുണ്ടെങ്കിൽ Q equal to 8 into Y വെച്ച് നമുക്ക് എന്താ വെലോസിറ്റി കണ്ടുപിടിക്കാം. സോ അതുകൊണ്ട് HFൽ പുട്ട് ചെയ്യുക, അവിടുന്ന് പവർ കണ്ടുപിടിക്കുക. ക്ലിയർ ആണല്ലോ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യുക, Q equal to area into velocity. We know Q area by 4 d square. From that we can find velocity. Value is 2.23.
And after getting velocity, we use head loss relation HF equal to 4FL V square by 2GD. We put all the values. Friction factor is being given 4F, 0.02 direct is being given. L length is being given 1 kilometer. So 1000 meter. 4FL we have find 2.23. 4FL V square by 2 into G 9.81. D in millimeter is being given. Convert to meter. 0.2 meter. So we get head loss as 25.34. And after that we should find the power P equal to rho G QH. Direct putting it we get 17.4 kilowatt is the final answer. So it's simple and direct question. Third question. Oil of kinematic viscosity 1 into 10 raised to minus 5 meter square per second flows through a pipe of 0.5 meter diameter with a velocity of 10 meter per second. Water kinematic viscosity 0.89 into 10 raised to minus 6 meter square per second flows through a model pipe of diameter 20 millimeter. For satisfying dynamic similarity, the velocity of water is dash. So velocity of water ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. So initially നമുക്ക് എന്തൊരു ഓയിൽ ഫ്ലോ ചെയ്യുന്ന ഒരു പൈപ്പ് ഉണ്ട്. ഓയിലിൻ്റെ കൈനമാറ്റിക് വിസ്കോസിറ്റി വന്നിട്ടുണ്ട്, ഡയമീറ്റർ ഓഫ് ദി പൈപ്പ് വന്നിട്ടുണ്ട്, വെലോസിറ്റി വന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ബീൻ സെഡ് ദാറ്റ് എ വാട്ടർ ഈസ് ഫ്ലോയിങ് ത്രൂ എ മോഡൽ പൈപ്പ് ഫോർ ഇറ്റ്സ് കൈനമാറ്റിക് വെലോസിറ്റി ആൻഡ് ഡയമീറ്റർ ഇസ് ഗിവൺ. വി ഹാവ് ടു ഫൈൻഡ് ദി വെലോസിറ്റി ഓഫ് വാട്ടർ. സോ എന്ന് പറഞ്ഞാൽ എന്തൊരു മോഡൽ പ്രോട്ടോടൈപ്പ് ക്വസ്റ്റ്യൻ. ഇനീഷ്യലി നമ്മളെന്താ ഒരു ആക്ച്വൽ ആയിട്ടുള്ള സിസ്റ്റം ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മളെന്താ ഒരു വർക്കിംഗ് മോഡൽ ഉണ്ടാക്കി നോക്കിയിട്ടായിരിക്കും പോകുന്നത്. സോ അത് നമ്മൾ കണക്ട് ചെയ്യുക, ഒരു മോഡൽ പ്രോട്ടോടൈപ്പ് നമ്മളാണ് കണക്ട് ചെയ്യുക. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വി വിൽ കീപ്പ് എ പാരാമീറ്റർ കോൺസ്റ്റന്റ്. ഒരു പാരാമീറ്റർ കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ഈ ഡൈനാമിക് സിമിലാരിറ്റി ചെക്ക് ചെയ്യുന്നത്. സോ ഫോർ സാറ്റിസ്ഫൈങ് ഡൈനാമിക് സിമിലാരിറ്റി റെനോൾഡ്സ് നമ്പർ ഓഫ് മോഡൽ വിൽ ബി ഈക്വൽ ടു റെനോൾഡ്സ് നമ്പർ ഓഫ് പ്രോട്ടോടൈപ്പ്. മോഡലിന്റെ റെനോൾഡ്സ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ പ്രോട്ടോടൈപ്പിന്റെ റെനോൾഡ്സ് നമ്പറിനോട് ഈക്വൽ ആയിരിക്കും. സോ റെനോൾഡ്സ് നമ്പർ ഓഫ് മോഡൽ ഈക്വൽ ടു റെനോൾഡ്സ് നമ്പർ ഓഫ് പ്രോട്ടോടൈപ്പ്. ഇനി നമുക്ക് റെനോൾഡ്സ് നമ്പറിന്റെ റിലേഷൻ അറിയാം, റോ വി ഡി ബൈ ന്യൂ അല്ലെ വി ഡി ബൈ ന്യൂ. കൈനമാറ്റിക് വിസ്കോസിറ്റി എന്നുകൊണ്ട് എന്താ വി ഡി ബൈ ന്യൂ ആണ്. സോ വി ഡി ബൈ ന്യൂ ഓഫ് മോഡൽ ഈക്വൽ ടു വി ഡി ന്യൂ ഓഫ് പ്രോട്ടോടൈപ്പ്. സോ മോഡൽ വാട്ടർ ആണ്, അതിന്റെ വെലോസിറ്റി നമുക്ക് അറിഞ്ഞുകൂടാ, ഡയമീറ്റർ അറിയാം, കൈനമാറ്റിക് വിസ്കോസിറ്റി ഗീവൺ ആണ്. പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ഓയിലാണ് യൂസ് ചെയ്തത്, അതിന്റെ എല്ലാ ഫാക്ടേഴ്സും വെലോസിറ്റി അറിയാം, ഡയമീറ്റർ അറിയാം, കൈനമാറ്റിക് വിസ്കോസിറ്റി അറിയാം. സോ ഡയറക്റ്റ് ഇക്വേറ്റ് ചെയ്യുക. അവിടെ നമുക്ക് എന്താ വെലോസിറ്റി ഓഫ് മോഡൽ ഇല്ല വാട്ടറിന്റെ എന്ന് പറഞ്ഞാൽ എന്താ 22.25. ക്ലിയർ ആണല്ലോ. ഫ്ലോ ത്രൂ പൈപ്സ് കഴിഞ്ഞിട്ടില്ല, ഇനി രണ്ട് സെഗ്മെന്റ്. അതിന്റെ ഫസ്റ്റ് സെഗ്മെന്റ് ആണ് നമ്മൾ നോക്കിയത് ലോസസ് ഇൻ പൈപ്പ്, മേജർ ലോസ്, മൈനർ ലോസ്, അതിൻ്റെ ക്വസ്റ്റ്യൻസ്. ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, പക്ഷേ സോ സിമ്പിളാണ്. സോ ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഫ്രീ ടൈം ഉണ്ട്, അപ്പോൾ അതിന് പാരലായിട്ട് നിങ്ങൾ എന്താ ഗേറ്റിനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം സോൾവ് ചെയ്താൽ എന്താ നിങ്ങൾക്ക് ആ ടൈം ആകുമ്പോഴേക്കും എന്താ ഒന്നും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. സോ കീപ്പ് ഓൺ വാച്ചിങ്, പഠിക്കുക. സോ ദിസ് ഈസ് Anith Ajayaghosh signing off. Bye.